തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. താനൂർ ബോട്ട് അപകടം ജുഡീഷ്യൽ കമ്മീഷന്റെ രണ്ടാം ഘട്ട പൊതു തെളിവെടുപ്പും ഹിയറിംഗും നടന്നു. താനൂർ തൂവൽ തീരം ബീച്ചിൽ 2023 മെയ് 7 നടന്ന ബോട്ട് അപകടത്തിനിടയാക്കിയ കാരണങ്ങളെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സംബന്ധിച്ചും അന്വേഷണ റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി.കെ. മോഹനൻ കമ്മീഷന്റെ രണ്ടാം ഘട്ട പൊതു തെളിവെടുപ്പും ഹിയറിംഗും തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ഹാളിൽ നടന്നു. ആളുകളാണ് ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് കമ്മീഷൻ മുമ്പിൽ ഹാജരായത്. അതിൽ പ്രധാനമായും ഈ അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളുണ്ട്. പരിക്കേറ്റ ധാരാളം പേരുണ്ട്. ആ പരിക്കേറ്റവരോ അവരുടെ ബന്ധുക്കളോ ഉണ്ട്. കാരണം പരിക്കേറ്റ ചിലർക്കെങ്കിലും പൂർവ്വസ്ഥിതി കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളുണ്ട്, പ്രതിക്കാരെ പ്രസക്തരായിട്ടുള്ള ആളുകൾ. ജലാശയങ്ങളിൽ സർവീസ് നടത്തുന്ന ബോട്ടുകളിൽ ടോൾ ഫ്രീ നമ്പർ സംവിധാനം നടപ്പിലാക്കുക. തീരദേശങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുക. വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന മേഖലകളിൽ പോലീസിനെ വിന്യസിക്കുക. ജലാശയങ്ങളിലെ മണൽത്തിട്ടകളും ഏക്കലുകളും മരക്കുറ്റികളും നീക്കി യാത്ര അപകടരഹിതമാക്കുക. മത്സ്യബന്ധനത്തിനായി ഇട്ടിരിക്കുന്ന വലകൾ ബോട്ട് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം മുൻനിർത്തി പഠനം നടത്താൻ ശുപാർശ ചെയ്യുക. പുതിയ ബോട്ടുകൾക്ക് നിലവിൽ നൽകിവരുന്ന ലൈസൻസി സമ്പ്രദായം കൂടുതൽ കർശനമാക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തെളിവെടുപ്പിൽ ഉയർന്നു. 9 പേർ ഹിയറിംഗിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ജലഗതാഗത മേഖലകളിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് പരിഹാര മാർഗങ്ങൾ ശുപാർശ ചെയ്യുക. നിലവിലുള്ള ലൈസൻസിംഗ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ പര്യാപ്തമാണോയെന്ന് പരിശോധിക്കുക. മുൻകാലങ്ങളിൽ ഉണ്ടായ ബോട്ട് അപകടങ്ങളെ തുടർന്ന് നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് തെളിവെടുപ്പ് നടന്നുവരുന്നത്. ഒക്ടോബർ 23 വ്യാഴാഴ്ച അരീക്കോട് നടക്കുന്ന തെളിവെടുപ്പോടുകൂടി രണ്ടാം ഘട്ടം സമാപിക്കും. കമ്മീഷൻ അംഗങ്ങളായ കുസാറ്റ് ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ K.P. നാരായണൻ, കമ്മീഷൻ മെമ്പർ സെക്രട്ടറി റിട്ടയർഡ് ജില്ലാ ജഡ്ജി T.K. രമേഷ് കുമാർ, കോർട്ട് ഓഫീസർ റിട്ടയർഡ് മുൻസിഫ് മജിസ്ട്രേറ്റ് G. ചന്ദ്രശേഖരൻ, കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറി R. ശിവപ്രസാദ്, കമ്മീഷൻ അഭിഭാഷകൻ T.P. രമേഷ്, ദേശീയപാത വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ലിറ്റി ജോസഫ്, തിരൂർ തഹസിൽദാർ C.K. ആഷിഖ്, നോഡൽ ഓഫീസറും തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാറുമായ റജി എന്നിവർ തെളിവെടുപ്പിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.